السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുർ-റഹീമായ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം നാം ആരംഭിക്കുന്നു. അള്ളാഹു റഹ്മാനാകുന്നു, അള്ളാഹു റഹീമാകുന്നു. ഈ സൂറത്തുൽ കഹ്ഫിൽ പറയപ്പെടുന്ന ഈ യുവാക്കൾക്ക് അള്ളാഹു ഈ ലോകത്ത് ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ നശിപ്പിക്കാനും അവരുടെ വിശ്വാസത്തിൽ നാശം വിതക്കാനും പുറപ്പെട്ടവർക്ക് ആ രംഗത്ത് പരാജയപ്പെടേണ്ടി വരുന്നു. അപ്പൊ അള്ളാഹു ഈ ലോകത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ഈ കഹ്ഫിന്റെ ഈ ഗുഹാനിവാസികളെ അവർക്ക് അള്ളാഹു പരലോകത്ത് നല്ല പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഗുണം ചെയ്യുന്നവനാകുന്നു. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹുവിന് അല്ലാത്ത ഒരു സ്തുതിയുമില്ല, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു ആകുന്നു, അൻസല, അവൻ ഇറക്കിയിരിക്കുന്നു, അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ ഇറക്കിയിരിക്കുന്നു, അൽ കിതാബായി പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയിരിക്കുന്നു. അള്ളാഹു ഹബീബായ നബി, ആ നബിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സമയത്ത് ഏറ്റവും സ്നേഹത്തോടുകൂടെ പറയപ്പെടുന്ന പേര് അബ്ദ് എന്നാണ്. ആ അബ്ദിന്റെ മേൽ, അടിമയുടെ മേൽ അള്ളാഹു അൽ കിതാബായി പരിശുദ്ധമായ ഖുർആനാകുന്ന കിതാബിനെ ഇറക്കിയിരിക്കുന്നു. വലം യജഅൽ, അള്ളാഹു ആക്കിയിട്ടില്ല, ലഹു എന്ന് പറഞ്ഞാൽ ഫീഹി എന്നർത്ഥം. ആ കിതാബിൽ അള്ളാഹു ആക്കിയിട്ടില്ല, ഇവജൻ, യാതൊരുവിധ വൈരുദ്ധ്യങ്ങളെയും ആക്കിയിട്ടില്ല. ഒന്നിനോട് യോജിക്കാത്തതായിട്ട് എവിടെയുമില്ല, യാതൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല. കണ്ടെത്തുന്നു എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്കായി തിരിഞ്ഞിട്ടില്ല എന്നേ അർത്ഥം. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു ഇറക്കിയതാണ്. അതിൽ യാതൊരുവിധ വൈരുദ്ധ്യത്തെയും അവൻ ആക്കിയിട്ടില്ല. ഖയ്യിമൻ, മാത്രമല്ല ഇത് ചൊവ്വായതാകുന്നു. ഖയ്യിമ് എന്ന് പറഞ്ഞാൽ മുസ്തഖീം എന്നാണ് അതിന്റെ തഫ്സീർ. എന്തിന് വേണ്ടിയിട്ടാണ് ഈ ചൊവ്വായ രൂപത്തിൽ, പരസ്പര വൈരുദ്ധ്യമില്ലാത്ത രൂപത്തിൽ ഈ ആദരണീയമായ കിതാബിനെ അവന്റെ അടിമയായ റസൂലുള്ളാഹിയുടെ മേൽ അള്ളാഹു ഇറക്കിയത്? ലി യുൻസിറ, ആ റസൂലുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കിതാബ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. രണ്ടർത്ഥമുണ്ട്. ബഅ്സൻ ശദീദൻ, അതിശക്തമായൊരു നാശത്തെക്കുറിച്ച്, അതിശക്തമായൊരു നാശം വരാൻ പോകുന്നു. മിൻ ലദുൻഹു, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാകുമ്പോ പിന്നെ പറയല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അതികഠോരമായ ഒരു അദാബ്, ശിക്ഷ വരാനിരിക്കുന്നു. അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് കിതാബിനെ അള്ളാഹു ഇറക്കിയത്. ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് കഠോരമായ ശിക്ഷയാണ് അത് അറിയിപ്പ് നൽകുന്നത്. എന്നാലോ യുബശ്ശിറൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനുമാകുന്നു. അല്ലദീന, എങ്ങനെയുള്ള സത്യവിശ്വാസികൾ, യഅമലൂന, അവർ പ്രവർത്തിക്കും, അസ്വാലിഹാത്തി, നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കും. അങ്ങനെയുള്ള വിഭാഗത്തിന് സന്തോഷവാർത്ത അറിയിക്കാനുമാകുന്നു. എന്താ സന്തോഷം? അന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, അജ്റൻ ഹസനൻ, ഏറ്റവും മെച്ചപ്പെട്ടതായ പ്രതിഫലമുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രതിഫലം ലോകത്ത് എവിടെയുമില്ല. അത്രയും നല്ല പ്രതിഫലം അവർക്കുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും ഈ ഖുർആൻ തന്നെയാണ് അറിയിക്കുന്നത്. മാക്കിസീന, അവർ തന്നെ താമസിക്കുന്നവരായ സ്ഥിതിയിൽ, ഫീഹി, ആ സന്തോഷകരമായ, ആ മെച്ചപ്പെട്ടതായ പ്രതിഫലത്തിൽ, അബദൻ, ശാശ്വതമായിട്ട്, അവസാനിക്കാത്ത സന്തോഷകരമായ പ്രതിഫലമാകുന്നു. അതിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതില്ല. ഖാലിദ് എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട്, അത് സ്വർഗലോക ജീവിതമാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹാ. വയുൻസിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. വയുൻസിറ, അവൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഖുർആൻ
മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, പേടിപ്പിച്ചറിയിക്കാൻ വേണ്ടി. അല്ലദീന ഖാലു, പറഞ്ഞവരോട്, ഇത്തഖദല്ലാഹു, അല്ലാഹു തആല ഉണ്ടാക്കിയിരിക്കുന്നു, വലദൻ, സന്താനത്തെ, അല്ലാഹു സന്താനത്തെ ഉണ്ടാക്കി എന്ന് വാദിക്കുന്നവരുണ്ട്. അവർക്ക് ഖുർആൻ എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പേടിപ്പിച്ചറിയിക്കുന്നുണ്ട്. കഠോരമായ തെറ്റാണ് ഈ ചെയ്യുന്നത്. ഒരിക്കലും അള്ളാഹു മാപ്പ് ചെയ്യാത്ത ശിർക്കാണ് ഈ പറയുന്നത്. ആരാണ് അള്ളാഹുവിന് സന്തതികളുണ്ട് എന്ന് പറഞ്ഞവര്, വാദിച്ചവര്? അതില് ജൂതന്മാരുണ്ട്, അതില് നസാറാക്കളുണ്ട്, മക്കാ നിവാസികളായ കാഫിറുകളുണ്ട്. എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. എന്താ? ജൂതന്മാര് ഉസൈറിനെ പറ്റി പറഞ്ഞു. ഉസൈർ ആരെന്നും ഉസൈറിന്റെ സംഭവം എന്തെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉസൈറിനെ പറ്റി ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവരാണ്, വാദിച്ചവരാണ് ജൂതന്മാർ. എന്നാൽ ക്രിസ്ത്യാനികളോ നസാറാക്കളോ അവർ ഈസ ഇബ്നുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ദൈവപുത്രനാണെന്ന് പറഞ്ഞു. മക്കക്കാരായ മുശ്രിക്കുകളോ അവർ പറഞ്ഞത് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു. വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാകുന്ന മലക്കുകളെ പിടിച്ചിട്ട് ഇവർ അള്ളാഹുവിന്റെ പെൺമക്കളാക്കി മാറ്റി. അപ്പൊ ഇവരൊക്കെ അള്ളാഹുവിന്റെ സന്തതികളുണ്ട് എന്ന് വാദിക്കുന്നവരാണ്, എന്ന് പറയുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിന് സന്താനങ്ങളെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ഇവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടുമാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഈ പരിശുദ്ധമായ സൂറത്തിൽ ഇതിന്റെ നല്ലൊരു ഭാഗം അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അസ്ഹാബുൽ കഹ്ഫ് എന്നാൽ ഗുഹാനിവാസികൾ എന്നാണ് അതിന്റെ അർത്ഥം. അവരെ സംബന്ധിച്ച് നമുക്കൊരല്പം പറയാം. ഇവര് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു. അവർക്ക് മറ്റു യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽഭടന്മാരായിട്ട് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചവരും, അങ്ങനെ അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് യാതൊരു മാറ്റവും വരരുത് എന്ന നിലക്ക് ഉറച്ചു നിന്നവരുമാണ്. സംഭവം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ താൻ ഉയർന്നു പോയതിന്റെ ശേഷമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം എന്ന് പറഞ്ഞാല് ഈസാ നബി അള്ളാഹു തആല ആകാശത്തേക്ക് ഉയർത്തി. അതിനുശേഷം അവരിൽപ്പെട്ട ഒരു വിഭാഗം ഇഞ്ചീലൊക്കെ കയ്യിലുണ്ട്, പക്ഷേ അവർ ഇഞ്ചീലിന്റെ നിർദ്ദേശങ്ങൾക്കൊക്കെ എതിരായിട്ട് നീങ്ങാൻ തുടങ്ങി. അവരിൽ പലവിധ അനാചാരങ്ങളും കുറ്റകൃത്യങ്ങളും പെരുത്തു. എത്രമാത്രമെന്ന് ചോദിച്ചാൽ മറ്റിതര ബഹുദൈവാരാധകരെ പോലെ ബിംബാരാധന അവർ ആരംഭിച്ചു. ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് അറുക്കൽ അവരിൽ സർവ്വസാധാരണമായി. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരെ ഈസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിൽ തെറ്റാതെ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അവർ അള്ളാഹുവിന്റെ ഇബാദത്തിലും അള്ളാഹുവിന്റെ തൗഹീദിലും മുഴുകിയവരായിരുന്നു. ആ കാലഘട്ടത്തിൽ റോമിൽ ദഖിയാനൂസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ദഖിയാനൂസ് രാജാവ് ബിംബാരാധകനും അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നവനുമായിരുന്നു. ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് അറുക്കൽ അയാളുടെ ഒരു പ്രധാന ചടങ്ങായിരുന്നു. ജനങ്ങളെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും അതിന് വിസമ്മതിക്കുന്നവരെ കൊല നടത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു രാജാവായിരുന്നു ദഖിയാനൂസ് രാജാവ്. അയാൾ ഒരു നാടിനെ കീഴടക്കും. അങ്ങനെ ആ നാട്ടുകാരെ മുഴുവൻ ബിംബാരാധകരാക്കി മാറ്റും, അടുത്ത നാട്ടിലേക്ക് നീങ്ങും. ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരിക്കൽ നമ്മുടെ അഫ്സൂസ് എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് അറബികൾ തെർസൂസ് എന്നാണ് പറയാറുള്ളത്. റോമയിൽപ്പെട്ടത് തന്നെയാണ്. ആ നഗരത്തിന്റെ പരിസര ഭാഗത്തിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇയാൾ അങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരിലെ നല്ല മനസ്സുള്ളവരൊക്കെ ഒളിച്ചിരുന്നു.
ഈമാനിന്റെ അഹലുകാരൊക്കെ ഒളിച്ചിരുന്നു. അപ്പോ ഇയാൾക്കത് മനസ്സിലായി. അവന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവൻ അയക്കുകയും ആരൊക്കെ എവിടൊക്കെ ഒളിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ കൽപ്പിക്കുകയും അവരോടൊക്കെ ഹാജരാകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് പലർക്കും ഹാജരാകേണ്ടി വന്നു. പലരും ഹാജരായി. അവരോട് ബിംബത്തിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ഇത് ചെയ്യാത്തവരെ, ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അങ്ങനെ ഇയാളെ കൊണ്ടുള്ള ഈ ബുദ്ധിമുട്ട് വളരെ കൂടുതലായി. ഇന്നേരം നാം പറയാൻ പോകുന്ന ഈ കഹ്ഫ് നിവാസികൾ, അവർ ഇതൊക്കെ കണ്ടു ദുഃഖിച്ചു, വളരെയേറെ ദുഃഖിച്ചു. അവരാണെങ്കിലോ റോമയിലെ ഒരു പ്രമുഖ കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു. 8 പേരുണ്ടവർ. ഈസാ നബി അലൈഹി സ്വലാം കാണിച്ചു തന്ന യഥാർത്ഥ ദീനിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അവർ. രാജാവിനോട് അവരെ കുറിച്ചും പറയപ്പെട്ടു, അവർ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമ്മുടെ ഈ ആശയത്തിലൊന്നും ഒതുങ്ങുന്നവരല്ല, ഇതിന് വിരുദ്ധമായി നീങ്ങുന്നവരാണ് എന്ന് അവരെ കുറിച്ച് അറിയിക്കപ്പെട്ടു. അപ്പൊ രാജാവ് അവരിലേക്ക് ദൂതന്മാരെ വിട്ടു. അവര് വന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവന്നു. രാജസദസ്സിൽ അവരെ നിർത്തപ്പെട്ടു. അവരിങ്ങനെ കരയുന്നത് പരലോകം നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്കാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടാ വന്നത്, നിന്ന് കരയുന്നു. അവരോട് രാജാവ് ചോദിച്ചു, ഞങ്ങളൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ഇവകൾക്ക് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും ഇവകൾക്ക് വേണ്ടിയിട്ട് അറുക്കാനും നിങ്ങൾക്ക് എന്ത് തടസ്സമാണുള്ളത് എന്ന് ചോദിച്ചു. അവരതിന് രാജാവിന്റെ ചോദ്യമല്ലേ, മറുപടി ഒന്നും പറഞ്ഞില്ല. അവസാനം രാജാവ് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരണം, അതല്ലെങ്കിലോ നിങ്ങളുടെ കഥ ഞങ്ങൾ കഴിക്കും. ഇത് രണ്ടിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവരാണെങ്കിലോ കരുകരുത്ത യുവാക്കളാണ്, സൗന്ദര്യമുള്ളവരാണ്, പ്രമുഖ കുടുംബാംഗങ്ങളാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്, ആര് കണ്ടാലും നല്ലവരെന്ന് പറയുന്നവരാണ്, എല്ലാ ഗുണങ്ങളും ഉണ്ട്, ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിലെ ഈ 8 പേരിലെ ലീഡർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഇലാഹുണ്ട്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഒരു നാഥനുണ്ട്, അവന്റെ ബഹുമതി ആകാശത്തും ഭൂമിയിലും ഒക്കെയുണ്ട്, അവനെയല്ലാതെ മറ്റാരെയും ഞങ്ങൾ വഴങ്ങുകയില്ല, അവനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ, നിനക്ക് എന്താണോ താല്പര്യം അത് നീ നടത്തിക്കൊള്ളൂ, ഈ ലോകം നഷ്ടപ്പെട്ടാലും പരലോകം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള 7 പേരും ഇത് തന്നെ പറഞ്ഞു. രാജാവ് ഇവരുടെ വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളുണ്ട്, നല്ല വിലപിടിപ്പുള്ള വളകളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതൊക്കെ നീക്കം ചെയ്തു. ഇവർ നല്ല പ്രായമാണ്, കാണാനും നല്ല ഭംഗിയുള്ളവരാണ്, ആർക്കും കണ്ടാൽ കൗതുകം തോന്നുന്ന പ്രകൃതക്കാരായിരുന്നു. രാജാവ് പറഞ്ഞു, ഇതാ നിങ്ങളെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം, ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മനസ്സാക്ഷി കുത്തുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ തന്നെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് ചെറിയൊരു മടിയുണ്ട്. ഒരു നിശ്ചിത അവധി നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ചിന്തിക്കണം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് മടങ്ങിയിട്ട് നിങ്ങൾ ഗൗരവത്തോടുകൂടെ ചിന്തിച്ച് തീരുമാനമെടുക്കണം. ഞാൻ ഇതിലൂടെ പോയിട്ട് തിരിച്ചു വരുന്നൊരു ദിവസമുണ്ട്, അന്നേക്ക് നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും എന്നെ അറിയിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് രാജാവ് തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയി. തൽക്കാലം ഇവർക്ക് ഒരു അല്പ ദിവസം ചിന്തിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. ഇവര് ഭയപ്പെട്ടു. രാജാവ് തന്റെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയാൽ രണ്ടാലൊന്ന് തീർച്ച,
കൊല ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ അയാളുടെ ആദർശത്തിലേക്ക് മാറണം, അല്ലെങ്കിലോ ഈ ലോകത്തോട് വിട പറയണം. എന്തു വേണം? ഇവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിട്ട് അവരെത്തിയത് ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽ നിന്നൊരൽപ്പം സമ്പത്തെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സ്വതക്ക ചെയ്യുക, ബാക്കിയുള്ളത് കൈവശം കരുതുക, എന്നിട്ട് നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടാം. ഏതായാലും പിടികൊടുക്കണ്ട. നാം പിടികൊടുത്താൽ ചിലപ്പോൾ മറ്റ് പലരുടെയും ഈമാന് തെറ്റാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് നമ്മെ അറുകല നടത്തുമ്പോൾ ഒരല്പം ഈമാനുള്ളവരും ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് വരും. അതുകൊണ്ട് നമുക്ക് അവർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചു.